യെസ്, അപ്പോൾ ടാസ്കിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ചോദ്യം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമ്മുടെ സെയിൽസ് ബോയ്സ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ അവർക്ക് പറ്റാറുണ്ടോ? നിങ്ങൾ അങ്ങനെ വാങ്ങാറുണ്ടോ? വാങ്ങാറില്ല. നിത്യ നോ, നെവർ എന്നാണ് പറഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ ടാസ്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിഷ ചേച്ചി ഒരു സെയിൽസ് ഗേൾ ആണ്. അപ്പൊ നമ്മുടെ വീട്ടില് ഞാനും ശ്വേതാജിയും താമസിക്കുന്ന നമ്മുടെ സ്വപ്ന ഭവനത്തിലേക്ക് ഈ കുട്ടി വരികയാണ് എന്തോ ഒരു സാധനമായിട്ട്. അത് ഞാൻ പറയാം, സാധനം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ വരുന്നു. നമ്മൾ രണ്ടുപേരും ആണെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ അധികം ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അത് മേടിപ്പിക്കണം. അത് മേടിപ്പിക്കാൻ പറ്റിയാൽ ഈ ടാസ്കിൽ വിജയിച്ചു, അല്ലെങ്കിൽ തോറ്റു. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ആള് റെഡിയാണ്, നമ്മുടെ സെയിൽസ് ഗേൾ റെഡിയാണ്. അപ്പൊ അതായത് ഒരു ബാഗിൽ കുറെ സാധനങ്ങൾ ഉണ്ടാവും. ആ സാധനങ്ങൾ ഓരോന്നും എടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മളെ കൊണ്ട് മേടിപ്പിച്ചാൽ മതി. റെഡി? യെസ്. അപ്പൊ പ്രോപ്പർട്ടീസ് വരട്ടെ. രാവിലെ മുതൽ നടക്കൈ ബാഗ് ഇട്ടിട്ട് നടു ഒടിഞ്ഞ മനുഷ്യന്റെ ഒരാളെ പോലും കാണുന്നില്ലല്ലോ. ഇന്നും കൂടി ഇതിലൊന്നും വിറ്റ് പോയിട്ടില്ലെങ്കിൽ എന്റെ പണി പോവും. 2 ചേച്ചിമാര് പോയി നോക്കട്ടെ. ചേച്ചി സോറി, എന്താ നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? ഞങ്ങൾ ഫ്രണ്ട്സ്. അമ്മയും മോളാണോ? ഇപ്പൊ എന്താ പ്രശ്നം? എന്താ വന്നേ? അതില്ലേ ചേച്ചി, ഒരു 2 മിനിറ്റ് എന്റെ പ്രോഡക്റ്റ് ഒന്ന് കാണിക്കൂ. 2 മിനിറ്റ്സ് നമുക്ക് സമയമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ലൈവ് പോവാനുണ്ട്. വാങ്ങിക്കണ്ട, നിങ്ങൾ നോക്കിയാ മതി. നോക്കാലോ, സംസാരിക്കാം. നമുക്ക് നോക്കണമെങ്കിൽ 2 മിനിറ്റ് എനിക്ക് ലൈവ് പോകാനുള്ള. ഓക്കെ, റെഡി. യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഞാൻ കാണാറുണ്ട്. അയ്യോ, ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ. നിങ്ങൾക്ക് 2 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും വിൽക്കാനുള്ളത് നോക്കൂ. ചേച്ചി ഭയങ്കര നല്ല സംസാരം, എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്റെ ചേച്ചീന്റെ സംസാരം എന്ത് മാന്യമായിട്ടാ സംസാരിക്കുന്നത്. ഇത് ചേച്ചി ചട്ടി കണ്ടോ? നല്ല ചട്ടിയാണ്. നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഭക്ഷണം കഴിക്കണം. ഈ പണ്ടൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കില്ല ഈ കൊടമ്പുളി ഇട്ട് മീൻകറി. ഇത് നമ്മൾ പിടിച്ചിരിക്കുന്ന ചട്ടി അല്ല, ഇത് കറി പിടിച്ച. ഇതെന്താ വെച്ചാൽ നമ്മൾ ഒറിജിനൽ ചട്ടി ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ ബാക്കിൽ കുറച്ച് കരിയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് തരുന്ന ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റ് അടിച്ച് ഒരു റെഡ് കളറൊക്കെ ആക്കിയിട്ട് നിങ്ങൾ ചട്ടിയിലുള്ള ഈ കറി കൂട്ടി നോക്കണം. നമ്മൾ ഈ മീനൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ മുളകൊക്കെ തേച്ച് മാറ്റി വെക്കുക. എന്നിട്ട് വേറെ ഉണ്ട് നോക്കട്ടെ. ഇത് കണ്ടോ, തേപ്പ് പെട്ടിണ്ട്. ഇത് കണ്ടോ, ഇത് എന്ത് ബ്രാൻഡാന്ന് അറിയാം നിങ്ങൾക്ക്? ഇതാണ് ഒറിജിനൽ. നമുക്ക് കിട്ടുന്നൊക്കെ ഈ ഓൺലൈനിൽ വാങ്ങിക്കുന്നൊക്കെ നിങ്ങൾ വെറുതെ പറ്റിക്കലാണ്. ബ്രാൻഡായത് ചേച്ചി? അല്ല, ബ്രാൻഡിന്റെ പേര് നമ്മൾ നോക്കണ്ട, പക്ഷെ നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ ഇതുകൊണ്ട് പ്രത്യേകത, ഞങ്ങളുടെ വീട്ടിൽ 2 അയൺ ബോക്സ് ഉണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് അത് കേടാണ്, നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. നമ്മൾ ഈ ചുളിവ് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ പറഞ്ഞത് ചുളിവ് മാത്രമല്ല, ഈ ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ ഈ അയൺ ചെയ്യുമ്പോണ്ടല്ലോ, ഈ ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് കറന്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യും. ഇതിന് അത്ര വിലയൊന്നുമില്ല. ഒരു 499 രൂപ മാത്രമേ ഉള്ളൂ. അയ്യോ, എന്റെ ഒരു മാസത്തെ പോക്കറ്റ് മണി. ഐ ഡോണ്ട് ഹാവ് മണി. യു ഹാവ് മണി? 499 വേണ്ട, 498.20 തന്നാ മതി. നോക്കട്ടെ വേറെന്താ ഉള്ളത്. ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. വേറെന്താ ഉള്ളത് കയ്യില്? പിന്നെതാ കണ്ടോ, നമ്മൾ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ സൗണ്ട് കേൾക്കുക. കറണ്ട് പോയില്ല ഞങ്ങളുടെ വീട്ടില്. നമുക്ക് അവിടെ ഇൻവെർട്ടർ ഉണ്ടോ? ഇൻവെർട്ടർ ഉണ്ട്, സോളാർ ഉണ്ട്. ഇൻവെർട്ടർ അടിച്ചു പോയാൽ എന്ത് ചെയ്യും? സോളാർ ഉണ്ട്. സോളാർ നമുക്ക് ഈ മഴക്കാലത്തൊന്നും നമുക്ക് ചിലപ്പം കാർമേഘമൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പം ലൈറ്റ് ഒന്നും ഇല്ല, നമുക്ക് കിട്ടൂല. പക്ഷെ ഇത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇത് അടിച്ചു കൊടുത്താൽ നമ്മൾ പോയിന്റ് ചെറിയ സാധനം പോലും കാണാം. നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ കള്ളന്മാരൊക്കെ ഇങ്ങനെ പമ്മി ചെറിയ സാധനം വരെ കാണാന്ന്. ചെറുത് വരെ കാണാം. കള്ളന്മാരെ നമുക്കറിയാലോ. അവര് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചൂടാക്കി വേണമെങ്കിൽ ഒരൊറ്റ അടി കൊടുക്കാം തലമണ്ടയ്ക്ക്. പക്ഷെ എനിക്ക് ഈ കുട്ടി മൊത്തം ക്രൂരതയാണല്ലോ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അതല്ല, നമുക്ക് ഇപ്പൊ എപ്പോഴും വേണ്ട പ്രൊട്ടക്ഷൻ അല്ലേ പെൺകുട്ടികൾക്ക്. എവിടെ ഒരു സോറി, ഞാൻ ഇപ്പൊ തന്നെ ബാഗ് എടുത്ത് വരുമ്പോ ഒരു ചെക്കൻ എന്റെ പിന്നാലെ വന്നു. ഞാൻ ഇത് വെച്ച് ഒരൊറ്റ അടി കൊടുക്കും. അപ്പൊ അതിന് യൂസ് ചെയ്യാം. ഇത് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഇത് വെച്ച് അടിച്ചല്ലേ? ഇതല്ല, ഇതുപോലത്തെ വേറെ ഒന്ന്. അത് ഞാൻ അവിടെ കളഞ്ഞിട്ട് വന്നു. ഇത് വേറെ, അത് ഫ്രഷാ. അവനെ അടിച്ചതിന്റെ ചളക്ക ഇതിനകത്തുണ്ട്. അതല്ല, ഇതൊക്കെ ഇതിന്റെ പുതിയ ഡിസൈൻ ആണ്. ഇപ്പൊ ഇത് ഡിസൈനാണ് വരുന്നത്. നമ്മളെ ടോർച്ച് നേരെയുള്ള ടോർച്ച് ഒന്നും അല്ല. ഇപ്പൊ ഫുൾ ഡിസൈൻ ആണ്. കണ്ടോ, ഇറ്റ്സ് ക്യൂട്ട്. നോ, ആക്ച്വലി വെരി നൈസ്. നല്ല ഭംഗിയുണ്ട്.
നമുക്ക് Wow. ഭക്ഷണം കൊണ്ട് രാവിലെ തന്നെ നമുക്ക് ചൂടോടെ നമ്മളെ വീട്ടിലുള്ള ഫുഡ് കൊണ്ട് നമ്മൾ ഇതിന്റെ പുറത്തുള്ള ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മളെ വയറ് കേടാക്കുന്ന ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരുന്നൂടെ. ഇതിൽ കുറേ ഇതാ ഇത് തുറക്കാൻ കുഴി വലുതാണോ? പറ്റാഞ്ഞിട്ടാണ്. പക്ഷെ കുറച്ച് ശക്തി കുറവുള്ളതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് തുറന്ന് അത്രയും കണ്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ആയുധം പോലെ യൂസ് ചെയ്യാം. നിങ്ങൾ ഞങ്ങളിലേക്ക് ക്രൂവാലിറ്റി അടിച്ചേൽപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതാണ്. തുറക്കാൻ പറ്റൂ നോക്കൂ ചേച്ചി. അതെ എന്താ ചേച്ചി വിൽക്കാനേ അറിയുള്ളൂ, അത് നിങ്ങൾക്ക് അറിയോ നോക്കിയതാണ് ഞാൻ. നിങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾ യൂസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ നിങ്ങൾ ചപ്പാത്തി വെക്കാം. ഇതിൽ ചപ്പാത്തി ഒരു സൈഡിൽ വെച്ചിട്ട് ചോറ് ഇതിനകത്ത് തന്നെ വെക്കാം. പിന്നെ ഇതിനകത്ത് കറി വെക്കാം. എന്തായാലും സംഭവം കൊള്ളാം. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ട് പാത്രല്ലേ. വേണോ സ്റ്റീൽ നമ്മളിങ്ങനെ പാർക്കിൽ വന്നിരിക്കുമ്പോ നമ്മൾക്ക് ടിഫിൻ കൊണ്ടുവരാം. നമ്മള് ആപ്പിൾ കട്ട് ചെയ്യാം, ഡ്രൈ ഫ്രൂട്ട്സ്. അതെ, നമ്മൾ ഡയറ്റിംഗ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവറിലൊന്നും ഫുഡ് കഴിക്കാൻ പാടില്ല. I want this to lose weight. I want this തേപ്പ് പെട്ടി. എനിക്കിപ്പോ ഇത് ഡിസ്കൗണ്ട് തന്ന ഞാൻ ഇപ്പൊ ഇത് മേടിക്കാം. ഡിസ്കൗണ്ട് 300 രൂപയ്ക്കാണെങ്കിൽ മേടിക്കാം. ഒരു 301. ഇത് എത്രയുണ്ടെയാ? ഇതിനൊരു 160 ഒക്കെ ആവുള്ളൂ. അയ്യോ, അത്ര നമ്മൾ സ്റ്റീലല്ലേ, നമ്മൾക്ക് ഇതിലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത് അല്ലേ ഉണ്ടാവുന്നത്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കും അത് ഇതിലൊക്കെ കഴിക്കുന്നതിനേക്കാൾ എത്ര 45 രൂപ തരാം. 45 രൂപയ്ക്കോ? ചേച്ചിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതെല്ലാം സ്പോൺസേഡ് ആണ്, എന്റേതൊന്നുമില്ല. പക്ഷെ എന്നാലും കണ്ടാ തോന്നൂല ചേച്ചി. പറയണ്ട, കുറച്ച് കൂട്ടി കൊടുക്ക. 90. ഒരു 95 രൂപ ചേച്ചി. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് രാവിലെ മുതൽ ഈ ബാഗും തൂക്കി ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ലല്ലോ. 90 കൊടുക്കുമ്പോ 95 ആവുമ്പോ ഞാൻ ഈ സാരിയൊക്കെ ഉടുക്കാൻ രാവിലെ ഉടുത്ത് ഇങ്ങനെയൊക്കെ വന്നതല്ലേ, കുറച്ച് കഷ്ടപ്പെട്ടിട്ട്. ചേച്ചിക്ക് അറിയില്ല അതിന്റെ വിഷമം, ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നതിന്റെ വിഷമം ചേച്ചിക്ക് അറിയില്ലേ? എനിക്ക് തീരെ ഒരു വിഷമമില്ല. നമുക്കൊരു 300 രൂപയിൽ തരുമോ? രണ്ടും കൂടി 300 രൂപ ഉറപ്പിച്ചു. 400 രൂപ. 350. 350 രണ്ടും കൂടി ആണെങ്കിൽ ഇപ്പൊ 10 രൂപ കൂടി കൂട്ടോ? 355. ഇവര് സെയിൽസ് ഗേൾ അല്ലാന്ന് തോന്നുന്നു. ഇത് ചെലവാവണ്ടേ? ചെലവാവണം. അപ്പൊ 300 രൂപയ്ക്ക് രണ്ടെണ്ണം ആണെങ്കിൽ ഇപ്പൊ എടുക്കാം, അല്ലെങ്കിൽ 350 രണ്ടെണ്ണാണെങ്കിൽ ഇപ്പൊ എടുക്കാം, അല്ലെങ്കിൽ ഇതേ ഇരിക്കണം നിങ്ങളുടെ സാധനം. 350 350. ഓക്കെ ശരി. 350. ഈ ടോർച്ച് ചളങ്ങിയ ടോർച്ച് കൊണ്ടുപോയിക്കോളൂ. ഇത് എടുത്തോ. തിരിച്ചു പോകുമ്പോ ആ ചേട്ടൻ അവിടെ തന്നെ നിക്കണുണ്ട്. ആ 2 പേര് അവിടെ തന്നെ നിക്കണ്ടോ, അവരെ ഇടിച്ചാ മതി. ഇത് ചളിങ്ങിയത് വേണ്ട, ഇത് മതി. ഇത് മതി. പക്ഷെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് മതി. നമ്മൾ ഈ ചളിയൊക്കെ ആര് നോക്കാനും നമുക്ക്. ടുഡേ യു വിൽ പേ ദ ബിൽ. ഓക്കെ, അന്ന് നമ്പർ പറ. പറയൂ. 8599 301 000. കാർത്തിയാനിയാണോ പേര്? അത് കാർത്തൂന്ന് വിളിച്ചാ മതി. കാർത്തു. നൈസ് നൈസ്. അപ്പൊ 300 രൂപ അല്ലേ രണ്ടിന്? 350. ഒരു 50 അല്ലേ ചേച്ചി? 350. പോയി. കിട്ടിയോ? യെസ്, കിട്ടി. ഇത് എന്റെ കവറാണ്. വേണ്ട, വേണ്ട. നോ ചട്ടി നോ പുട്ടി. നോ ചട്ടി നോ കുട്ടി, ഓൺലി തേപ്പ് പെട്ടി. തേപ്പ് പെട്ടിങ്കി തേപ്പ് പെട്ടി. യെസ്. അപ്പൊ നമുക്കിനി ലൈവ് പോവാം. കുട്ടി ഒന്ന് വേഗം പോകൂ പ്ലീസ്. ചേച്ചീന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? എവിടെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല തോന്നുന്നു. ചിലപ്പോ കണ്ടിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. swastika@amazon.com. സ്വാസിക എവിടെ കേട്ടിട്ടുണ്ട്. ആ ചേച്ചി പിന്നെ കുറച്ചുകൂടി എല്ലാരോടും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. ഞാൻ പോട്ടെ, സമയമായി, ബസ്സിന് സമയമായി. നമ്മളെ പറ്റിച്ചോ? രക്ഷപ്പെട്ടു. കുഴപ്പമില്ല, നമുക്ക് ഇരിക്കട്ടെ ഒരു സാധനം. ഓക്കേ, സൂപ്പർ.